നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് കഥകളുണ്ട് പറയാൻ. പക്ഷേ ആദ്യം ഞാൻ ഇന്നലെ കണ്ട സിനിമയെക്കുറിച്ച് പറയാം. ഇനി ഈ സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ച് ഡൗട്ട് അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ റിവ്യൂ ചെയ്യാനൊന്നും ആളില്ല. സിനിമകൾ ഒരുപാട് കാണുന്നതും ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ എങ്ങനെ റിവ്യൂ ചെയ്യേണ്ടതെന്ന് എനിക്കത് മനസ്സിലായില്ല. കാരണം എനിക്ക് ഈ സംവിധായകൻ്റെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ നോക്കി വായിക്കേണ്ടി വരും. അത് കാരണം ഞാൻ ആ പരിപാടിക്ക് പോകാത്തത്. പക്ഷേ എനിക്കിഷ്ടമാണ് സിനിമകൾ ഒരുപാട് കാണുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കറുകച്ചാലിലൊക്കെ തിയേറ്റർ വന്നുകൊണ്ട് മിക്ക സിനിമയും മറ്റേ ചങ്ങനാശ്ശേരി പോയി കാണുക എന്ന് പറയുന്നത് സമയനഷ്ടവും കാശ് നഷ്ടമൊക്കെയാണ് ഞങ്ങൾ സെലക്റ്റീവായിട്ട്, അതായത് ഈ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് സിനിമ കാണാൻ പോകാറ്. ഇപ്പോൾ അങ്ങനെയല്ല, ഒരുവിധം നല്ലതെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളങ്ങ് പോയി കാണും. അപ്പോൾ ഇന്നലെ കണ്ടാണ് വലതുവശത്തെ കള്ളൻ. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിജു മേനോൻ്റെയും ജോർജുവിൻ്റെയും ഒക്കെ നല്ലൊരു സിനിമയാണ് എന്ന് പറഞ്ഞ് ഒരു മസ്റ്റ് വാച്ച് മൂവി എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. കുറച്ച് നേരം കണ്ടിരിക്കാം അല്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു സിനിമ എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ക്രൈം ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇച്ചിരി സസ്പെൻസൊക്കെയുള്ള നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സിനിമ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു സിനിമ എന്നേ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഒരു ഡയറക്ടർ ബ്രില്യൻസ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമ. നമ്മുടെ ജിത്തു ജോസഫിൻ്റെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രില്യൻസ് അതിനകത്ത് ഉണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പാട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പാട്ടുണ്ടോ? ശ്രദ്ധിച്ചില്ല കേട്ടോ. ഒരു പാട്ടോ മറ്റോ ഉണ്ടോ? ശരി, ഒരു പാട്ടുണ്ട്. പാട്ട് നമ്മൾ ഈ കഥയുടെ ഇടയിലായതുകൊണ്ട് നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നീട് ഈ പാട്ട് കേൾക്കുമ്പോഴാണ് ഇത് ഏത് സിനിമയ്ക്കകത്തെ പാട്ടാണെന്ന് നമ്മൾ ചെന്ന് നോക്കുമ്പോഴായിരിക്കും ഇത് നമ്മൾ കണ്ട സിനിമയ്ക്കകത്ത് ഇന്നലെ കണ്ട സിനിമയിലെ പാട്ടാണല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കുന്നത്. പക്ഷേ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ട നമ്മുടെ ദെലൂലേനെയായിരുന്നു. അത് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ഫാമിലി എൻ്റർടൈനർ ആയിരുന്നു. നല്ല രസമുള്ള സിനിമയായിരുന്നു. ഈ പറഞ്ഞ പോലെ 1000 ആശകൾ നല്ലതാണെന്ന് പറയുന്നു. ഒന്ന് പോയി കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ കണ്ട സിനിമ ഇതാണ്, വലതുവശത്തെ കള്ളൻ. പക്ഷേ ആ പേര് ഇതിനിട്ടതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല കേട്ടോ. എന്തിൻ്റെ പേരിലാണ് ഈ വലതുവശത്തെ കള്ളൻ എന്നാണ് സിനിമയ്ക്ക് പേര് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ചിലപ്പം ഇന്ന കാരണം കൊണ്ടായിരിക്കാം. പക്ഷേ അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ സസ്പെൻസ് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു സിനിമ പോയി കണ്ടേക്കാം എന്ന് വിചാരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഈ സിനിമ കൊള്ളാമോ അല്ലെങ്കിൽ ഇല്ലയോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ്. വലതുവശത്തെ കള്ളൻ ഇന്നലെ കണ്ടു. കുഴപ്പമില്ല. 2 മണിക്കൂർ നമുക്ക് ഈ കുറച്ച് സസ്പെൻസോടുകൂടി കാത്തിരിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ എന്നതിലുപരി മസ്റ്റ് വാച്ചൊന്നും അല്ല. ഇത് കണ്ടേ തീരൂ, ഇത് അത്രയ്ക്ക് മനോഹരമായ സിനിമയാണ് എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കുഴപ്പമില്ല. കാശ് പോയി എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നുമില്ല. കുഴപ്പമില്ല, അങ്ങനൊരു സിനിമ. ശരി.